Hi friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതൊന്ന് ഇനാബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഗോതമ്പ് ദോശക്കുള്ള ബാറ്റർ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ചോറാണ്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ബാറ്റർ തയ്യാറാക്കിയിട്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് നേരത്തിൽ മിക്സ് ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അരയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ കട്ടിയാവും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് അരച്ചെടുക്കുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ കണക്കനുസരിച്ചിരിക്കും. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കാം. മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്തെടുക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കോഴിമുട്ട എന്ന കണക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ്ഗൊക്കെ നല്ലപോലെ ഇതിൽ മിക്സായി കിട്ടണം. മിക്സർ ജാറിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ മിക്സ് ചെയ്താൽ വേഗം തന്നെ ആയി കിട്ടും. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമാണ്. സിമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നത് എത്രത്തോളം സിമ്പിളാണെന്ന്. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്ന് ഗ്രീസ് ചേർക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഓരോ തവി അല്ലെങ്കിൽ 1.5 തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു തവി ഒഴിച്ചിട്ട് നോക്കുകയാണ്. പിന്നെ നമ്മളിത് പരത്തി കൊടുക്കേണ്ട ആവശ്യം തന്നെ, അത് പരന്നോളും. പിന്നെ അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. മറിച്ചിടണമെന്നില്ല, കാരണം അടച്ചു വെച്ചിട്ട് മറിച്ചിടണമെന്നില്ല. പക്ഷെ മോൾ ഭാഗത്തിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ബാക്കി എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. രാവിലെ എണീറ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാവരും വീട്ടിലുള്ള സാധനം തന്നെയാണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളും കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. ഇപ്പം നമ്മൾ ഗോതമ്പ് ദോശ ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്തിടാം. കണ്ടോ, ഇതാണ് നമ്മുടെ ദോശ. തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കാം. ഇവിടെ നമ്മുടെ ഗോതമ്പ് ദോശ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ലതായാലും ചീത്തയായാലും കുഴപ്പമില്ല.
നിങ്ങൾ കണ്ടു നമുക്ക് ബോധ്യമാവുമല്ലോ. അപ്പം ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.